പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ, യങ് ഓഫീസർ, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. രാജ്യത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് തിരികെ എത്തണമെന്ന് വിളിച്ചിരിക്കുകയാണ്. അതിർത്തിയിലേക്കാണ് പോകേണ്ടത്. ഞാൻ ചോദിച്ചു, പേടിയുണ്ടോ? പറഞ്ഞ, തിരുമേനി, ഞങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണല്ലോ, പേടിയൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? കല്യാണമാണ് പ്രശ്നം. അപ്പോൾ അത് സമയത്ത് നടക്കുമോ? എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാതെ നടക്കുമോ? അപ്പോൾ എൻ്റെ ലീവ് സാങ്ഷനായത് ക്യാൻസലായി പോകുമോ? പെണ്ണിൻ്റെ വീട്ടുകാരോട് എന്ത് പറയും? ആകപ്പാടെ അങ്കലാപ്പും പ്രയാസവും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, സ്വന്തം സുഖങ്ങളും ആഗ്രഹങ്ങളും സ്വന്തക്കാരെയും എല്ലാം വിട്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാപകലില്ലാതെ അതിശൈത്യമുള്ള സ്ഥലത്ത് ഏത് സമയത്തും ജീവൻ പോകാവുന്ന നിലകളിൽ രാജ്യത്തെ കാക്കുന്ന എത്രയോ സൈനികരാണ് നമുക്കുള്ളത്. അവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര പേരുടെ ജീവനാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും രാജ്യത്തിന് വേണ്ടി അവർ ഹോമിക്കുന്നത്. പ്രിയമുള്ളവരെ, രാജ്യസ്നേഹം നമുക്കുണ്ടാകണം. ഒരു ഭാരതീയനാണെന്നുള്ളത് അഭിമാനം നമുക്കുണ്ടാകണം. ഓരോ ഇന്ത്യക്കാരനും ഇതുപോലെ തീവ്രവാദത്തിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവിടെ ഓരോ ഭാരതീയന്റെയും ഹൃദയമാണ് നൊമ്പരം കൊണ്ട് വേദനിക്കുന്നത്. തിന്മ അധികരിക്കുന്നു. മതവിശ്വാസിയായതോട് മാത്രം കാര്യമായില്ല. കൊല്ലപ്പെടുന്നവരിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഉള്ളതായ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനെയാണ് കൊന്നൊടുക്കുന്നത്. ഗാസയിൽ നമ്മൾ കാണുന്നില്ല, കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല ചെയ്യപ്പെടുകയാണ്. യുദ്ധമാണ്, യുദ്ധസമാനമായ അന്തരീക്ഷമാണ് രാജ്യങ്ങളിലൊക്കെ. ഇസ്രയേലിലും അങ്ങനെ തന്നെ. ലോകത്ത് മുഴുവനും വലിയ അസമാധാനം, യുദ്ധത്തിന്റെ കെടുതികൾ. ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ശത്രു രാജ്യത്തെ സഹായിക്കുവാൻ എല്ലാ സഹായവുമായി എത്തിച്ചേരുന്ന മറ്റു രാജ്യങ്ങൾ. അങ്ങനെ യുദ്ധങ്ങളിലേക്കും കെടുതികളിലേക്കും രാജ്യങ്ങൾ മുന്നേറുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് മുന്നിലുള്ളതായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നു.